അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ഇന്ന് നല്ലൊരു മുള്ളൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാന്ന് വന്ന് അതിലേക്ക് ഞാനിതാ 2 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതാ ജ്യൂസ് മെഷീനിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്ക് 3 സ്പൂണ് മുളക് പൊടി, നല്ല എരിവില്ലാത്ത മുളക് പൊടിയാണ്. 3 സ്പൂണ്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. അതിലേക്ക് കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാം. പുതിയ ജ്യൂസിങ് മെഷീൻ ഞാൻ എടുക്കലേ ഇല്ല. ഞാൻ എടുക്കുമ്പോൾ പഴയതേ എടുക്കും. ഇവർ മോൻ്റെ വീടന്മാർ എടുക്കുമ്പോൾ പുതിയത് എടുക്കും. ഞാനെപ്പോഴും അരക്കിഷ്ടം ഇത് പഴയത്. നമുക്ക് കറി വെക്കാൻ എണ്ണ ഞാൻ ഇതാ ഒഴിക്കുന്നുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കരിയാമ്പ്, പച്ചമുളക് കാച്ചാൻ. അങ്ങനെ ഗ്യാസ് കത്തിച്ച് ഞാനിതാ അടുപ്പത്ത് ചട്ടി വെച്ച് നല്ലൊരു മുള്ളൻ കറി നമുക്ക് വെക്കാറ്. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാവട്ട്. ഇതാണ് മുറിച്ചത്. 2 പച്ചമുളക്, ചെറിയുള്ളി, ഒരു 3 വെളുത്തുള്ളി. ചെറിയുള്ളി നന്നായി ചെറുതായി അരിഞ്ഞ് നന്നായി ഒന്ന് കായട്ട്. നല്ല രസമാണ് മുള്ളൻ കറി. മുള്ളൻ കറിയും പത്തിലും നമുക്കിന്ന്. ഇതിലേക്ക് ഞാൻ കറിവേപ്പ് ഇടുന്നുണ്ട്. കറിക്ക് ചെറിയ ഉള്ളി തന്നെ ഇടണം. ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല രസമാണ്. ഈ വലിയ നീരുള്ളി ഇട്ടുകൂടാ. വലിയ നീരുള്ളി ഇട്ടാൽ അത്ര രസം കിട്ടൂല. ചെറിയ ഉള്ളി എത്രത്തോളം നമ്മൾ കഴിക്കുന്ന അത്ര നല്ലതാണ്. എൻ്റെ മാപ്പിളുടെ വർക്കെല്ലാം ചെറിയ ഉള്ളി മാത്രം ഇടും. ബീഫ് വെക്കുന്നതിനൊക്കെ മാത്രം വലിയ ഉള്ളി, ബാക്കി എല്ലാത്തിനും ചെറിയ ഉള്ളിയാണ്. ഞാൻ പോകുന്നുണ്ട് കേട്ടോ എൻ്റെ നാട്ടിലേക്ക്. മാപ്പിളുടെ നാട്ടിലേക്ക് 4-ാം തീയതി രാവിലെ 8 വണ്ടിക്കാണ് പോകുന്നത്. കുറച്ച് ദിവസം അവിടെ തങ്ങും. ഉറൂസ് ഉണ്ട്, മടവൂർ ഒരു ഉറൂസ്. വെളിയങ്കോട് ഉറൂസ് ഉണ്ട്. 4-ാം തീയതിയാണ് തുടങ്ങൽ. ഞാൻ ഇതുവരെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആ ഉറൂസ് കണ്ടിട്ടാണ്. അപ്പോൾ അവരെ പരൻ്റെ വള്ളക്കല്ലേ. അപ്പോൾ അവർ വിളിച്ചോണ്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ 4-ാം തീയതി രാവിലെ പോവും. 3-ാം തീയതി എൻ്റെ മോൻ, ചെറിയ മോൻ്റെ മംഗലം കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ട് 4-ാം തീയതി രാവിലെ നമ്മൾ പോവും. അപ്പോൾ 3-ാം തീയതിയിലെ വിശേഷമെല്ലാം ഞാൻ കാട്ടിക്കാം. അങ്ങനെ ഞാൻ ഇതാ തക്കാളിയും ഇതെല്ലാം അരച്ചത് നന്നായി ഒന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായി തിളക്കട്ട്. ഉപ്പിടണം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. പിന്നെ കുറച്ച് ചക്കരപ്പുളി, ഇത് പുളി വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. തിളക്കട്ട്. നമ്മളെ ഇതാ ചാറ് നന്നായി തിളച്ച് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനിടാം. നല്ല മുള്ളനാണ്, വലിയ മുള്ളൻ. മുള്ളൻ്റെ നീളം കണ്ട ഇതാ. നല്ല പതുക്കെ ഇതിന് ഇളക്കി കൊടുക്കണം. മുള്ളൻ ഒരു തള തിളക്കുമ്പോൾ തന്നെ ഇറക്കി വെക്കണം. എൻ്റെ ആച്ചാരി അലിഞ്ഞു പോകുന്നത്. തിളക്കട്ട്. മുള്ളൻ കറിയുടെ ഇതാ റെഡിയായി.
പിന്നെ നമുക്ക് മീൻ പൊരിക്കണം. നല്ല അമൂറ. പിന്നെ നമ്മൾ ഇവിടെ പറയുന്ന അമൂറ എന്നാണ്. അങ്ങനെ നമ്മളെ മുള്ളൻ കറിയും കടുക് പൊരിച്ചത് പത്തിരി ഇവിടെ റെഡിയായി. ഞങ്ങൾ രണ്ടാൾ കഴിക്കാനിരുന്ന് കഴിക്കട്ടെ. നല്ല വലിയ മുള്ളൻ. തിന്നിട്ടോക്കളെ. എല്ലാവരും തിന്നാ രാത്രിയത്ത് തിന്നുന്നു. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.